സകലത്തെയും അറിയുന്ന, സകലത്തെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഞങ്ങൾ സമർപ്പിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ അവിടെ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ശരീരത്തിൽ അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനാണ് നന്ദിയോടെ ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ എന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കും. സാന്നിധ്യം അവിടുത്തെ വചനപ്രകാരം, അവിടുത്തെ വാക്തത്വം അനുസരിച്ച് 2 3 പേർ ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന ഇടത്ത് അവിടുത്തെ സാന്നിധ്യം ഉണ്ട് എന്ന് പ്രകാരം ആ സാന്നിധ്യം ഞങ്ങളെ സൗഖ്യമാക്കുന്ന സാന്നിധ്യം, നിരാശകളെ മാറ്റുന്ന സാന്നിധ്യം, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് തിരുസന്നിധിയിൽ ആത്മീയ ഗാനങ്ങളെ ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഇടം മറന്ന് ഞങ്ങൾ പാടുന്ന വരികളെ ഞങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ചു, അവന്റെ പ്രവൃത്തികളെ ഞങ്ങൾ പാടുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി പകരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ദൈവവചനത്തിൽ കൂടി കർത്താവിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് തന്നെ അങ്ങയുടെ ദാസൻ കൂടി ഞങ്ങളോട് സംസാരിക്കുവാനാകണമേ. കർത്താവേ, ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമേ. ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെട്ട് ആരാധനയിൽ ഇരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Brother Wilson is going to lead us praise and worship. ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 150 അവസാന വാക്ക് ഇങ്ങനെ പറയുന്ന വചനം, സകലവും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കണം, ജീവനുള്ളതൊക്കെയും ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം? ഹല്ലേലൂയ. അതിന്റെ വരികൾ ഇപ്രകാരമാണ് വചനങ്ങൾ പറയുന്നത്. അവന്റെ ബലമുള്ള ആകാശവിധാനത്തെ, അവന്റെ ബലമുള്ള കൈകൊണ്ടുണ്ടാക്കിയ ആകാശവിധാനത്തെ നാം നോക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. കർത്താവിന്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം നാം ദൈവത്തെ സ്തുതിക്കണം. അവൻ കർത്താവിന്റെ മഹിമാധിക്യത്താൽ അവനെ സ്തുതിക്കണം. എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം? തപ്പിനോടും കിന്നരത്തോടും ദൈവത്തെ സ്തുതിക്കണം. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിക്കണം. ഇന്ന് രാവിലെ സമയം സ്തുതിക്കുന്നത് നേരിടുന്നവർക്ക് ഉചിതം. പാട്ടോടെ ദൈവത്തിന് നമ്മൾക്ക് അടുത്ത് വരികയാണ്. ആമേൻ. അത് നമ്മൾ ആദ്യമായി പാടുന്നത് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടും. നമ്മുടെ ജീവിത പടകില് ഓളങ്ങളും തിരമാലകളും കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കർത്താവ് പടകിൽ ഉറങ്ങുകയാണെന്ന്. എന്നാൽ കർത്താവ് ഉറങ്ങുകയല്ല. ആമീൻ. കാറ്റിനോടും കടലിനോടും അധികാരത്തോട് പറയുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ പടകിലുള്ളത്. പടക് തകരുമെന്ന് തോന്നിയാലും ആമീൻ തകരാതെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ സന്നിധി സന്തോഷിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. Thank you.
Amen.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയേ വീടാതിരുന്നീടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയേ വീടാതിരുന്നീടുമോ. നമ്മെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറയണം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഈ കരങ്ങളെ അടിച്ചു നമുക്ക് പാടാം. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതിരുന്നിടുമോ. ആമേൻ. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതിരുന്നിടുമോ. Thank you.
Hallelujah. Praise you. Amen. I thought you were going to sing the last song. Last one. Oh, last one. Yeah. Okay. Hallelujah, hallelujah, hallelujah. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കാം. ദൈവത്തിന്റെ കരം നമ്മുടെ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആമേൻ. രാവിലെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിതത്തിൽ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമ്മൾ ഏതിനാണ് നമ്മോടൊപ്പമായുമില്ല എന്ന് വിചാരിച്ച സമയം നമ്മുടെ ചാരത്ത് കടന്നു വന്ന് നമുക്ക് ആശ്വാസം നൽകി, ഹല്ലേലൂയ. ധൈര്യം നൽകി, നമ്മെ കരം പിടിച്ച് നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം മാറ്റിയ ദൈവം എത്രയോ അത്ഭുതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിവിധ വിഷയങ്ങളെ കുറിച്ച് ആ വിഷയങ്ങളുടെ മധ്യത്തിലൊക്കെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ, നമ്മുടെ കൺമുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം വീണ്ടും വിശ്വാസമുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരാം. നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ, എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നടത്തുവാൻ, ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ദാസനെ കർത്താവ് അഭിഷേകം ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഈ സമയം ദൈവത്തിന്റെ ആത്മാവിൽ സഹായിക്കുന്നവർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, യേശുവിന്റെ അങ്ങയുടെ മുന്നിൽ കർത്താവേ, വിശുദ്ധരുടെ പകൽക്കാലം ചുരുക്കം പേരായി ഓർക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ആദ്യത്തെ ദിവസം കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വെച്ച് കടന്നു കർത്താവേ, അങ്ങയെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ അങ്ങ് ആരാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് മഹത്വം തരുവാൻ ഈ പകൽക്കാലം ശേഷിപ്പിച്ച അങ്ങയുടെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് അങ്ങയെ കോടാനുകോടി കോടി സ്തുതിക്കുന്ന ഈ പകൽക്കാലങ്ങൾ നോക്കിയ കർത്താവേ, യോഗ്യനായ ദൈവമായ കർത്താവേ, അങ്ങയെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലത്തെ കർത്താവേ, ഓരോ ശുശ്രൂഷയും അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ, അങ്ങേക്ക് സുഗ്രാഹ്യമായ ഒരാരാധന കർത്താവെ സമർപ്പിപ്പാൻ അടികളെ ഹല്ലേലൂയ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ഓരോ ശുശ്രൂഷയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ. നിന്റെ മക്കളെ ദൈവദാസന്മാരെ കർത്താവേ അങ്ങ് ശക്തമായി എടുത്ത് ഉപയോഗിക്കുവാനോട് സംസാരിക്കാനുള്ളത് കർത്താവേ, ദൈവദാസന്മാരോട് കേൾക്കുവാൻ സഹായിക്കുമാറാകണമേ. അത്
അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കൃപ അടികൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്താവേ ഹല്ലേലൂയ പാസ്റ്റർ ജോൺ തോമസ് ഹല്ലേലൂയ അമ്മാമേൻ ഹല്ലേലൂയ കേരളയുടെ കർത്താവ് കാത്തു സൂക്ഷിച്ച ആരാധിപ്പാൻ നിന്റെ മക്കളെ കൂട്ടി വരുത്തിയ നന്ദി. അവർ കൊടുത്ത ആരോഗ്യത്തിനും ബലത്തിനുമായി പ്രാർത്ഥനാഭിഷേകങ്ങളിൽ കൂടെ ഇരുന്ന് അവരെ ഇന്നുവരെ നടത്തേണ്ട വിശ്വസ്തതകൾക്കായിട്ട് നന്ദി കർത്താവേ. കർത്താവേ നിന്റെ മക്കളെയും തലമുറകളെയും ഒക്കെ ഇവിടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവേ ഹല്ലേലൂയ ഞങ്ങളുടെ ദേവദാസനെ കുടുംബമായി നിലനിർത്തിക്കൊള്ളണമേ. അവരുടെയും പ്രാർത്ഥനാഭിഷേകങ്ങളുടെ മേലെ തലമുറകളെ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയിരിക്കുന്ന ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക കുടുംബമാറ്റി ഓരോ വ്യക്തികളായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്നു. ഏകാഗ്രതയോടെ നിങ്ങളെ ഇരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപകളും വരങ്ങളും പ്രാപിക്കുന്നതിനുമാക്കി കർത്താവ് കാലത്തെ തീർക്കണമേ. പുതിയ ജീവിതങ്ങളെ കർത്താവ് കൂട്ടിവരുത്തണമേ. അങ്ങേക്ക് അതിനൊരു സമയമുണ്ട് കർത്താവ്. അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ്. ഫോണി പ്രദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. അനേകങ്ങളിൽ സത്യവചനം ചെന്നെത്തുവാനും അനേക സത്യത്തിലേക്ക് കടന്നു വരുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പിതാവേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടികളായിരുന്നിടങ്ങളെല്ലാം ദൈവസ്ഥാനത്തിന്റെ മറവിൽ അടികളെല്ലാം ശാശ്വതമായ ഒരു പാറയുടെ തന്നെ ആശ്രയം ലഭിച്ചുള്ള തിരുവചനപ്രകാരം കർത്താവെ ഒരാഴ്ചക്കാരവിടുന്ന് കർത്താവെ അവർക്ക് ആശ്രയമായി അങ്ങനെ കർത്താവെ ശാശ്വാൻ അങ്ങനെ ആശ്രയം വെക്കുവാൻ തക്കോണം അടികൾ ദൈവം സഹായിച്ചല്ലോ. അവിടെ നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി വഴികൾക്കുമായി ഞങ്ങളോട് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നമ്മയെല്ലാതെയും ഒന്നും ചെയ്യാത്ത നല്ല ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും അടികളുടെ ചൂടുകളെ വെക്കുവാൻ തക്കണം. ദൈവമേ നീ അവധിയുമായി ജീവിച്ച് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ അടികളായി അടികളെയൊക്കെ ദൈവമേ അവിടുന്ന് ശക്തിപ്പെടുത്തണേ ബലപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഇന്നത്തെ ആരാധനയെ ഭയങ്കരമായി ചെയ്യുവാനാക്കണം. സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കി കൊടുമാറാണ് പ്രാർത്ഥിക്കുന്നു. കടന്നു ഓരോ പ്രിയപ്പെട്ട കർത്താവേ ഇവരായി അവിടുന്ന് അനുഗ്രഹിക്കണേ. നിന്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ വിവിധങ്ങളാണ്. അടികളെ അന്യോന്യ കർത്താവേ അടികളെ അറിയുന്നതിനായ ദൈവത്തിന്റെ അടികളാടുകയാണല്ലോ. ദൈവിക സന്തോഷം പ്രാപിച്ചവരായി മടങ്ങുവാൻ അടികൾ ജീവിച്ച് ദൈവമേ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കാൻ സംഘത്താൻ ചെയ്യുമാറാണ്. അടികളെ കുറിച്ച് നമ്മളെ സാക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നതാ. ഒരു വലിയ കൂടെ അടികളോട് സംസാരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമ്പോൾ കർത്താവെ അടികളെ തന്നെ ശോധന ചെയ്യുന്നുണ്ട്. അതിന് മുമ്പാകെ അടികൾ സമർപ്പിച്ചു മുന്നേറുവാൻ അടികളെല്ലാം ദൈവയുടെ ആശയമായ അടുത്തൊരാഴ്ച കാലം ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് വാൽക്കാൽ അടികൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നാദാനോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന നടക്കുന്ന ഭാഗത്തെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ വിവിധമായ ആവശ്യങ്ങളിൽ ദൈവം പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളെല്ലാം വഴികളിൽ ദൈവത്തിന്റെ സഹായിക്കുന്നവരും ദൈവം കൂടെ സഹായിച്ച് അനുഗ്രഹിച്ചുകൊള്ളുവാനാണ്. പ്രാർത്ഥിച്ചായി ബലപ്പെടുത്തി ഓടുവാനാണ് പ്രാർത്ഥിക്കുന്നു. സൈപ്രാമയോട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നടത്തുവാനാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മകളെ അനുഗ്രഹിക്കണേ. ജോലികളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കുവാനാണ്. അവരുടെ ലക്ഷ്യങ്ങളെല്ലാം ദൈവാത്മകളെ ചെയ്യണേ. നമ്മളോട് പ്രാർത്ഥന ആരോഗ്യം സൗഖ്യം കൊണ്ടുവരോ ദിവസം ദൈവം നടത്തിക്കൊള്ളുവാനാണ് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാം പ്രിയപ്പെട്ടവരും ഇന്ന് വൽക്കാലം ചെയ്യുന്നവരാണ് വെച്ച് അവരുടെ കർത്താവ് സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കരുണയെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. യേശുവിന്റെ പ്രാർത്ഥന കേൾക്കുമാറാണ്. Praise God. Let us all arise in the presence of God and read Psalm 33 responsively. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 33ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. The steadfast love of the Lord never ceases. His mercy never comes to an end.
നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവന് പുതിയ പാട്ടുപാടുകയും ഘോഷസ്വരത്തോട് നന്നായി വാദ്യം വായിപ്പീൻ. അവൻ നീതി ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ പൂങ്കാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹത്തിൽ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവർത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. ജയത്തിന് കുതിരകൃത്യമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കാം. ദൈവത്തിന്റെ വചനം അത്ഭുതകരമായ വചനം. ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വിടുതലുണ്ട്. നമുക്ക് നമ്മുടെ മാനുഷികമായ കാര്യങ്ങൾ കൊണ്ടല്ല, കുതിരകളുടെ അതിന്റെയൊക്കെ സൈന്യത്തിന്റെ ബഹുത്വം കൊണ്ടല്ല, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ആ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാം. Hallelujah. We thank you, Jesus, for everything that you have done in our life, for your grace, for your mercy, for the Holy Spirit that is working in our lives. We thank you once again and we glorify your name. In Jesus' name we pray. Amen. Please be seated in the presence of God. It is once again a great time that we can come in the presence of God. Thank you for all of you being here today, and especially Pastor John Thomas and Sister Elsie. They were in Canada and they spent a lot of time with their oldest son there and family. And we are delighted to have you back here in our church, and all of the others. And God has been so good and kept us all alive in this world, safe in this world, and secure in this world. Now, വായിച്ച സങ്കീർത്തനത്തിൽ നാം കണ്ടതുപോലെ നമ്മുടെ സ്വന്തം ബലം കൊണ്ടോ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അതൊക്കെ അതിന് ആവശ്യമാണ്. പക്ഷെ എങ്കിലും അതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് നാം ഒരു പ്രാവശ്യം കടന്നു വരുവാൻ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി. കഴിഞ്ഞ നാളുകളിൽ നാം പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. Sister Minnie gave me a testimony, a praise testimony that Brother Joel received a negative report, and that is so wonderful. നമ്മൾ മാത്രമല്ല, ലോകത്തിൽ അനേകർ യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രാർത്ഥന ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. Hallelujah. Praise God. അതുപോലെ തന്നെ this testimony has to come from Brother Saji or Sister Bindu, but I am just giving you a little preview that the Lord, we have been praying, all of us. We are praying for Brother Saji and
the Lord heard the prayer. I thank God for what the Lord has done. And He will say something later on. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ I was talking to Pastor John Thomas. പ്രാർത്ഥന കേൾക്കും എന്നുള്ള I'm solid on that. എപ്പോൾ കേൾക്കും, എങ്ങനെ കേൾക്കും, ഈ നിമിഷം കേൾക്കുമോ, നാളെ കേൾക്കുമോ, I don't know that. കാരണം പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഉത്തരം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളിൽ നമുക്ക് ഉത്തരം ലഭിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു ധൈര്യമാണ്. വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രോത്സാഹനമാണ്. So I thank the Lord for the answers that we have received through our prayer, and the Lord is so marvelous, so kind, and He works in wonderful ways. Impossible things, God turned them into possible. നമ്മൾ പ്രാർത്ഥിക്കുന്ന, I know Sister Lindu put something in the Facebook, and she received a lot of comments and about Brother Saji, and it is all testimonies. And he was sick, and he was supposed to have been born from this world, but the Lord is keeping him here, healthy, and leading him to new things. So marvelous testimony. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓഫറിംഗ് എടുക്കുന്ന സമയമാണ്. ഓഫറിംഗ് കഴിഞ്ഞതിന് ശേഷം Brother Wilson will come here and pray for all our needs. അതിന് ശേഷം Pastor John Thomas will minister for the word of God. Sister Bindu, महत्वमे महत्वम तन्नामतिन महत्वमे महत्वम तन्नामतिन महत्वतिनु सोत्रयागतिनु योग्यन महत्वतिनु सोत्रयागतिनु योग्यन महत्वमे
Praise the Lord. Hallelujah. 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 ഇവിടെ സമാധാനത്തോടെ ഈ കാലം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം Amen. ദൈവമായ ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എഴുന്നേറ്റ് നിന്നത് കഴിഞ്ഞ 45 വർഷക്കാലം ഞങ്ങൾക്ക് ഈ ഭൂമി ഈ രാജ്യത്ത് പാർക്കാനുള്ള ദൈവകൃപ ദൈവം തന്നു. ആമേൻ. ഓഗസ്റ്റ് 23-ാം തീയതി 1980 ഇവിടെ കടന്നു വന്നു. അത് മുതൽ ദൈവം പരിപാലിച്ച് സൂക്ഷിച്ചു. ആ വർഷം തന്നെ ഡിസംബറിലാണ് ഞാൻ കടന്നു വന്നത്. കഴിഞ്ഞ 45 വർഷക്കാലം ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു നടത്തി. ദാസനെ പഠിക്കുവാനും വലിയ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാനും ഒക്കെയുള്ള അവസരം ദൈവം ഒരുക്കി. എനിക്ക് ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് പാസ്സാകുവാനും 32-34 വർഷക്കാലം കർത്താവ് ജോലി ചെയ്യുവാനുള്ള കൃപയും ആരോഗ്യവും ഒക്കെ തന്നു. ദൈവം 3 കുഞ്ഞുങ്ങളെ തന്നു, കൊച്ചുമക്കളെ തന്നു. ദൈവത്തിന്റെ വലിയ ദയ എത്ര വലിയതാവുന്നതെന്ന് ഇന്നലെ ഞാൻ കർത്താവിദാസനെ ഓർപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ഓർത്തത്. ഞാൻ ഓരോ ഡേറ്റ്സും സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുമ്പോൾ ഞാനത് ഓർത്തു. ദൈവം നടത്തിയ വിധങ്ങള് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അതിശയമായ ആശ്രയിക്കുന്നവരെ തന്റെ ദയ ചുറ്റിക്കൊണ്ടു. ദൈവത്തിന്റെ ദയ മാറാതെ ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് ഞങ്ങളെ നടത്തി അത്ഭുതകരമായി പരിപാലിച്ചു. ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും ഒന്നിനും കുറവില്ലാതെ ദൈവം ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയം കുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് രക്ഷിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഞങ്ങളെ അതെല്ലാം ആദരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു നടത്തി. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായി രാവിലെ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനും പ്രവർത്തിക്കുവാനും ഏടുകളെ പൂർണ്ണമായ ദൈവസന്നിധി താഴ്ത്തിയേൽക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് Anybody wanted to say a word in the presence of God? Right. Amen. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ടെസ്റ്റിമണിയായിട്ട് പറയാനുള്ളത്, പ്രിയ സിസ്റ്ററാണ് പ്രിയ ജോയലിനെ കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. ജോയലിന്റെ വിഷയം കേട്ട സമയം മുതൽ ഞങ്ങൾക്ക് കടന്നു പോകണമെന്ന് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഞാനത് പറയുന്നത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. അപ്പം ഞങ്ങളിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ മോനും ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ജോയലിനെ പോയി കാണണം. അങ്ങനെ ഞങ്ങൾ സാനോണിയിൽ കടന്നുപോയി. ആ ഭവനത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ഞങ്ങളെ അവിടെ കാണുന്നത് തന്നെ. ഞങ്ങളെ മുമ്പ് കണ്ടിട്ട് ഞങ്ങളെ അറിയത്തില്ല. സിസ്റ്റർ ബിന്ദുവാണ് അതിനൊരു മുഖാന്തരം ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. അങ്ങനെ അവിടെ കടന്നുപോയി. അവരുടെ പേരൻസും അവരുടെ ബ്രദറും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പ് പ്രാർത്ഥിച്ചു. എൻ്റെ മോന് ഒരു പാട്ട് അങ്ങനെ പാടി. അപ്പം അവനോടൊരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞവന്, എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, കണ്ണുനീർ പോകുമ്പോഴും അവൻ അങ്ങനെ ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അവനും പ്രിയ മിനിയും പറഞ്ഞു, ജോയലിന്റെ കർത്താവ് പൂർണ്ണമായി വിടിവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ ലുക്കീമിയാണ്, അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ്, ബ്ലഡിലാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സൈബറിന്റെ ഈ ജോലിയുടെ വിഷയം ഞാൻ അങ്ങോട്ട് ഞാനൊരു സൈബറുള്ളതെന്ന് സാക്ഷ്യം പറയാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അടിയിൽ നിന്ന് പേപ്പർ എടുത്ത് മേളിൽ വെക്കുന്നത് പോലെ ദൈവം സൈബറിനെ ജോലി തരും, കർത്താവിനെ കഴിയാത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ദൈവം ഈ കുഞ്ഞുങ്ങളെ ഇനിയും മാനിക്കും. സ്ഥലം പോരാതെ വരുവോളം അപ്പ മതി, ഇനിയും പാത്രങ്ങളില്ല എന്ന് പറയുന്നത് പോലെ അനുഭവം എത്രമാത്രം നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവസന്നിധിയിൽ നിങ്ങളെ ദൈവം മാനിക്കും. ലോകപ്രകാരമുള്ള സാമ്പത്തികമല്ല ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ആത്മീയമായി നിങ്ങളെ ദൈവം ഉയർത്തും എന്നൊരു സംശയമില്ല. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേക ഇടങ്ങളിൽ കടന്നു പോകുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കുന്നതിനായി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ഈ പലകാലം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ നിന്റെ സാന്നിധ്യം അടിയങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ദൈവമേ ഇടയാക്കിയതിനായി സ്തോത്രം. അല്പം കൊണ്ടും അധികം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് സ്തോത്രം. കർത്താവെ, 2 ദൈവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരികയാണ്. ഈ കോണിയുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു കർത്താവെ കൂടിവരവിന് വേണ്ടി നിയോഗിച്ച കൃപയ്ക്കായി ഈ ഭവനം അതിനായി കർത്താവെ നീ അവിടെ സ്തോത്രം.
ഒബേദ് ഏദോമിന്റെ ഭവനത്തിൽ പെട്ടകം ഇരുന്നപ്പോൾ ഒബേദ് ഏദോമിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് അമർത്തി കുലുക്കി കറിയുന്ന ഒന്നിനെ കൊടുത്ത് ദൈവം പാലിക്കട്ടെ. ദിവസങ്ങളില് കർത്താവേ യാത്രയിൽ വളരെ ക്ലേശങ്ങൾ നേരിട്ടുവെങ്കിലും സൗഖ്യത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പം ഇരുന്ന് ആരാധിപ്പാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവകൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നതായി അവരുടെ പൊക്കിലും വരവിലും എല്ലാം കർത്താവിനോട് കൂടെ ഇരിക്കണമേ. പ്രിയമ്മയുടെ സാക്ഷ്യത്തിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ മക്കളെ നടത്തിയ വിധം കണ്ണുനീരിനും മറികടക്കാത്ത ദൈവം ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ തലയുടെ ഹല്ലേലൂയ കണ്ണുനീർ കൊണ്ട് ഹല്ലേലൂയ പലപ്പോഴും നനഞ്ഞ അവസ്ഥകളിൽ കർത്താവ് കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചു. ഹല്ലേലൂയ. അർഹിക്കാത്ത എല്ലാ നന്മകളും കൊടുത്ത് എന്റെ മക്കളെ നടത്തിയ വൻകൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സജീവന് കൊടുത്ത ജോലിക്കായി എന്നെ സ്തുതിക്കുന്നു. ജോയിന് കൊടുത്ത വിടുതലിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ സമയം നീ അനുഗ്രഹിക്കണം. ഈ ഫോണിയുടെ പ്രദേശത്ത് അനേക ദൈവത്തെ അറിയാത്തവരുണ്ട്. ഈ സഭയിൽ കടന്നു വന്ന് സ്നാനമേൽപ്പാനും ആമേ ദൈവത്തെ അവരുടെ സംരക്ഷിതമായി സ്വീകരിപ്പാനും ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ സഭയ്ക്ക് ഹല്ലേലൂയ ഒരു സ്ഥലവും ഒരു കെട്ടിടവും ആവശ്യമാണ്. ദൈവം അത് അറിയുന്നു. നിന്റെ കരങ്ങളിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അന്ന് തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ നിനക്കായി കാത്തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് ഞങ്ങൾക്ക് ധൈര്യമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും ഞങ്ങൾ നിനക്കായി കാത്തിരിക്കും. ആമേ. പറഞ്ഞതുപോലെ തീയിൽ നിന്ന് വിടിയിപ്പാൻ ഞങ്ങളെ കർത്താവിന് കഴിയും. ആമേൻ. വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനായി കാത്തിരിക്കും. ഒന്നിച്ച് ഈ പൽക്കാലം അനുഗ്രഹിക്കണം. ഓൺലൈനിൽ കൂടി അനേകം ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഈ ശുശ്രൂഷ വായിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല. അപ്പാ നീ അവിടുന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആ നീറുന്ന വിഷയങ്ങളുടെ മേല് എന്റെ ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഭാരത്തോടെ ഇറങ്ങിയ എഴുന്നേറ്റ ജീവിതങ്ങൾ കാണും. ഇന്ന് എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെട്ട ജീവിതങ്ങൾ കാണുമപ്പാ. ദൈവമേ ഇന്നത്തെ ശുശ്രൂഷ അവർ വാച്ച് ചെയ്യുമ്പോൾ ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ അവരെ കർത്താവിനെ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഈ കാലം അനുഗ്രഹിക്കണം. ദൈവകൃപയെ നിലനിർത്തണം. പ്രാർത്ഥനകളുടെ സ്തോത്രം. യേശുക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. Praise God. I know Brother said you want to say something, and I will give him another time. Praise God. I just want to thank everybody that prayed for me. It's all God's miracle that I got the job. Hallelujah. Like Wasango said, there was people on top of us, and they skipped all those people and decided to give me the job. It's all God who did it. And also that song, Wasango said, right before COVID, I used to sing that song, and I recorded it while I was driving a truck. And right after that, I got sick, and God healed me completely. Praying for everybody, asking everybody to pray, continue praying for me to do the job, won't have any issues. And I want to give all the praise to God. Continue praying for me. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തദാസൻ കുടുംബം, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എല്ലാ ദൈവജനം, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കും. ജൂലൈ 17 മുമ്പുള്ള സൺഡേയിൽ ഞങ്ങളെ രണ്ടുപേരെയും
കർത്തൃദാസനും സഭയും പ്രാർത്ഥിച്ച് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട ക്രിഡൻഷ്യലിംഗ് എക്സാമിന് വേണ്ടി അയച്ചു. 19-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിവിടെ ഒരു സഭായോഗം ലഭിച്ചില്ല. 17-ാം തീയതി എക്സാം കഴിഞ്ഞ് 19-ാം തീയതി ഞങ്ങൾ കാനഡയിലേക്ക് പോവുകയായി. എക്സാമിന് കർത്താവിൻ്റെ കൃപ ലഭിച്ച് പാസ്സാകുവാൻ ദൈവം അനുവദിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും, കർത്തൃദാസനും കുടുംബത്തിനും ദൈവസഭയ്ക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി. 19-ാം തീയതി ഞങ്ങൾ കാനഡയിലേക്ക് കടന്നുപോയി. ഞങ്ങളുടെ മൂത്ത മകൻ കുടുംബം അവിടെ പാർക്കുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനം നൽകി. അവരോടൊപ്പം സമയം ചെലവിടുവാനും അവരെ സംബന്ധിക്കുന്ന സഭയിൽ എല്ലാ കർത്തൃദിവസവും കടന്നു പോകുവാനും ദൈവം അവസരങ്ങളെ നൽകി. മടക്കയാത്രയിൽ അല്പ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എങ്കിലും കർത്താവ് അതിനെല്ലാം പരിഹാരം വരുത്തി ഈ ചൊവ്വാഴ്ച രാത്രിയിൽ ഡാളസിൽ ക്ഷമത്തോടെ എത്തുവാൻ ദൈവം അവസരം നൽകി. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഇവിടെയുള്ള മകൾക്ക് വേണ്ടി പ്രത്യേക സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം തക്ക സമയത്ത് പ്രതികരമായ ഒരു വിടുതൽ നൽകേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ ഇളയ മകള് നാട്ടിലെ മകളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. ആ കാര്യം ഞാൻ വ്യക്തിപരമായി എല്ലാവരെയും അറിയിച്ചു. പൊതുവിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഓർപ്പിക്കുവാനായിട്ട് ഇടയായത്. ഡിസംബർ 20 വിവാഹ നിശ്ചയവും 27 വിവാഹം നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രത്യേകമായിട്ട് തുടർന്നും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഈ നിശ്ചയത്തിനും വിവാഹത്തിനും എല്ലാവരെയും ഇപ്പോഴേ ഞങ്ങളുടെ കുടുംബമായി ഹൃദയമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും വിശേഷാൽ നന്ദി അറിയിക്കുന്നു. കമ്പാഷനേറ്റ് കുടുംബത്തിലേക്ക് ഇവർക്ക് മടങ്ങി വരുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ഇങ്ങനെ അവസരം കർത്താവ് ഒരുക്കിയതിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും വീണ്ടും കാണുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. കർത്താവിൻ്റെ ദാസനെ കുടുംബമായി 45 വർഷം ഈ രാജ്യത്ത് കർത്താവ് ക്ഷേമത്തോടെ കാത്തു. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഡേവിഡിന് കർത്താവ് കൊടുത്ത ജോലിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോയലിന് കർത്താവ് നൽകുന്ന സൗഖ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ശുഷ്കാന്തിയോടെ സമർപ്പണത്തോടെ തങ്ങളുടെ വിഷയങ്ങളെക്കാൾ അധികമായി ശേഷമുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പ്രാർത്ഥിക്കുകയും സങ്കടങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ നമ്മുടെ സഭയെ, പ്രിയപ്പെട്ടവരെ, ദൈവം അതിനുവേണ്ടി ശക്തീകരിക്കുന്നല്ലോ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നൽകിയ താലന്തുകൾ, കഴിവുകൾ വ്യത്യസ്തമാണ്. അത് ഓരോ നിരകളിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുവാൻ കർത്താവ് എല്ലാവരെയും പ്രാപ്തരാക്കുന്നു. അത് കാണുവാൻ ഇടയാകുന്നതിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വേഗത്തിൽ നാം തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. For scripture reading, 1 Kings chapter 19 verses 19 to 21. Pavina will read. So he departed from there and found Elisha the son of Shaphat, who was plowing with the 12 yoke of oxen in front of him, and he was with the 12. Elijah passed by him and cast his cloak upon him, and he left the oxen and ran after Elijah and said, "Let me kiss my father and my mother, and then I will follow you." And he said to him, "Go back again, for what have I done to you?" And he returned from following him and took the yoke of oxen and sacrificed them, and boiling their flesh with the yoke of the oxen, and gave it to people, and they ate.
Then he arose and went after Elisha and assisted him. താങ്ക് യു. ഒരു നിമിഷം പ്രാർത്ഥി. പരിശുദ്ധ പിതാവേ, നൽകി തന്ന തിരുവചനത്തിനായി സ്തോത്രം. ഈ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ ഹൃദയത്തിൽ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവിന് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. സ്തോത്രം. നമുക്ക് ഏറെക്കുറെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ് ഇന്ന് ധ്യാനത്തിനായി ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്നിട്ടുള്ളത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ 2 രാജാക്കന്മാർ 9-ാം അധ്യായം വരെയുള്ള ഏതാണ്ട് 15 അധ്യായങ്ങളിൽ 2 പ്രവാചക ശുശ്രൂഷകരുടെ ശുശ്രൂഷയെ കുറിച്ചാണ് നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും പരിചയമുള്ള 2 പേർ ഏലിയാവും എലീശയും. ഏലിയാവ് എന്ന പേരിന്റെ അർത്ഥം മൈ ഗാഡ് ഈസ് യാഹ്വേ, എൻ്റെ ദൈവം യഹോവയാണ്. എലീശ എന്ന പേരിന്റെ അർത്ഥം ഗാഡ് ഈസ് മൈ സാൽവേഷൻ, ദൈവം എൻ്റെ രക്ഷയാണ്. ഈ 2 പേരുടെ ശുശ്രൂഷയാണ് 15 അധ്യായങ്ങളിൽ ഉടനീളം നാം വായിക്കുന്നത്. ഏലിയാവിനെ കുറിച്ച് വായിച്ചു തുടങ്ങുന്നത് 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, 1 Kings chapter 17 verse 1. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയ ഒരു ദിവസം ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മുൻപിൽ പ്രത്യക്ഷനായി യഹോവ അരുളി ചെയ്ത കൽപ്പന ആഹാബിനോട് സംസാരിക്കുന്നു. ഈ അധ്യായം 19-ാം അധ്യായം ആരംഭിക്കുന്നത് ഇസബേലിന്റെ ഒരു വാക്കിന് മുൻപിൽ ഭയന്ന് ഓടിപ്പോകുന്ന ഏലിയാവിനെ കുറിച്ചാണ് നമുക്ക് വായിപ്പാനായിട്ടിടയാകും. 4-ാം വാക്യത്തിൽ ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാനായിട്ട് കിടക്കുന്നു. ആ ഭാഗം നാം ശ്രദ്ധയോടെ വായിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഭയന്നത് ഏലിയാവല്ല, ഇസബേലാണ് ഭയം. തൊട്ടു മുമ്പ് ഉള്ള അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ ഇസബേലിന്റെ 850 പ്രവാചകന്മാരെ ഈ ഏലിയാവ് അതെ അവസാനിപ്പിച്ചു, കൊന്നൊടുക്കിയും തന്നെയും അതുപോലെ ചെയ്യുമോ എന്നുള്ള ഭയത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം ഏലിയാവിന്റെ നേരെ മുഴക്കി. നമുക്കറിയാം, ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഭീഷണി മുഴക്കുന്നവര് യഥാർത്ഥത്തിൽ ഭയമുള്ളവരാണ്. ഭയം ഇല്ലാത്തവരങ്ങനെ സംസാരിക്കാറില്ല. തൻ്റെയും ജീവൻ ഇങ്ങനെ അപകടത്തിലാകുമോ എന്ന് ഭയപ്പെട്ട് ഒരു ഭീഷണിയുടെ സ്വരം ഏലിയാവിന്റെ നേരെ അതെ ശബ്ദിച്ചു. യഥാർത്ഥത്തിൽ ഭയപ്പെട്ടത് ഇസബേലായിരുന്നു. എന്തുകൊണ്ടോ ഏലിയാവിന് അത് കുറിക്കൊണ്ട് ഏലിയാവ് അവിടെ നിന്ന് പോയി. അങ്ങനെ ഓടിപ്പോകുവാൻ ഇടയായതിന്റെ കാരണം, ഭയം ഓടിപ്പോകുവാൻ ഇടയായതിന്റെ കാരണം, യാക്കോബ് അപ്പോസ്തലൻ ഒരു വാക്യശകലം എഴുതിയിട്ടുണ്ട്, അത് നിവൃത്തിയാകണം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ധൈര്യത്തോടെ ജീവിക്കുമെങ്കിലും പ്രവർത്തിക്കുമെങ്കിലും മറ്റൊരു സന്ദർഭത്തിൽ ആ ധൈര്യത്തെ ചോർത്തിക്കളയുന്നതായ ഭയാനകമായ സാഹചര്യങ്ങൾ വന്നു ഭവിക്കും. അതിന് ഏലിയാവിനെ നമ്മുടെ മുൻപിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ നൽകി തന്നിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ചൂരച്ചെടിയുടെ തണലിൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച സന്ദർഭത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ തട്ടി ഉണർത്തി. ദൈവം കൊടുത്ത ആലോചനയായിരുന്നു, നിനക്ക് ശേഷം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഏലിശായെ നിയോഗിക്കണം. സ്തോത്രം. അങ്ങനെ വഴി യാത്ര ചെയ്തു പോകുമ്പോൾ ഏലിശായെ കണ്ടുമുട്ടുവാനായിട്ടിടയായി. തന്റെ മേലുള്ള പുതപ്പ് ഏലിശായുടെ മേലിട്ടു. ആ വേദഭാഗമാണ് ഇന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം അവസാനിച്ചു ഇടത്തു നിന്നും
പൊക്കിയെടുത്ത് പണിയുന്നതാണ് ദൈവീക പദ്ധതി. ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ, എല്ലാം അവസാനിച്ചു, തീർന്നു പോയി, ഇനി നാള് മുൻപിലില്ല, പ്രവർത്തിപ്പാൻ സമയമില്ല എന്ന് വിചാരിക്കുന്ന ഇടത്ത് നിന്ന് പൊക്കിയെടുത്ത് പണിയുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇത് ഏലിയാവിന്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവമാണ്. എല്ലാം ഇവിടെ കൊണ്ട് തീർന്നു, രോഗം കൊണ്ട് ഇതെല്ലാം അവസാനിച്ചു, കഷ്ടങ്ങളാൽ ഇതെല്ലാം തീർന്നു പോയി എന്ന് നാം വിചാരിച്ച ഇടത്ത് നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് സ്തോത്രം പുതിയ ഒരു നിയോഗം തന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ നാം നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് എലീശായെ കണ്ടെത്തി. സ്തോത്രം. എവിടെയാണ് എലീശായെ കണ്ടെത്തിയത്? എലീശ ചെയ്തു പോരുന്ന ഒരു ജോലിയുടെ ഇടയിൽ 12ാമത്തെ ജോഡി തെളിയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതായ പുതപ്പ് ആ എലീശയുടെ മേൽ ഇട്ടുകൊടുത്തു. ഈ പുതപ്പിന് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ നൽകുന്ന ഒരു പേരാണ് എ മാന്റിൽ ഓഫ് കമ്മീഷൻ, നിയോഗത്തിന്റെ പുതപ്പ്. സ്തോത്രം. നിയോഗത്തിന്റെ പുതപ്പ് എലീശായുടെ മേൽ ഇട്ടു. സ്തോത്രം. അതെ, അപ്പോൾ എലീശ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോയി എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ച് വരണം, നീ പൊയ്ക്കൊള്ളുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിനക്ക് ചെയ്തത് നീ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞു. പുതപ്പ് ഇട്ടു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. പുതപ്പ് എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഒരു അർത്ഥമുള്ളത് ഗ്ലോറി എന്നാണ്, മഹത്വം എന്നാണ്. എ ഗ്ലോറിയസ് കമ്മീഷൻ, മഹത്വകരമായ ഒരു നിയോഗമാണ് എലീശായ്ക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അണിയുന്ന പുതപ്പ് കൈമാറുന്നത് നിയോഗത്തിന്റെ കൈമാറ്റമാണ്. സ്തോത്രം. ഈ യഹൂദന്മാർക്ക് ഒരു സ്വഭാവമുള്ളത്, അവരെ ഏത് കാര്യത്തിലായാലും അവർക്കൊരു അടയാളം വേണം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നത്, യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു, യവനൻ ജ്ഞാനം അന്വേഷിക്കും, എല്ലാറ്റിനും അവർക്ക് അടയാളം വേണം. യെശയ്യാവ് ഹിസ്കിയാവിനോട് ചെന്ന് പറഞ്ഞു, നിന്റെ ആയുസ്സിന് 15 സംവത്സരം നീട്ടി തരണം. അപ്പോൾ ഹിസ്കിയാവ് പറഞ്ഞത്, ഒരു അടയാളം കാണിച്ചു തരണം. ഉടനെ യെശയ്യാവ് ഒരു അടയാളം പറഞ്ഞു, നിഴൽ 10 പടി പുറകോട്ട് പോകും. അടയാളം പറഞ്ഞപ്പോൾ ഈ ഹിസ്കിയാവ് വിശ്വസിപ്പാനായിട്ട് ഇടയായി. അങ്ങനെ തന്നെ സംഭവിപ്പാനും ഇടയായി. നിയോഗത്തിന്റെ പുതപ്പ് അടയാളമായി എലീശായുടെ മേൽ ഇട്ടു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഒരു ദൃഷ്ടാന്തം കൂടി പറയാം. ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ ഫറവോ രാജാവ് തന്റെ മുദ്രമോതിരം ഊരി യോസഫിനെ അണിയിച്ചു. അത് നിയോഗത്തിന്റെ കൈമാറ്റമാണ്. ഇന്നു മുതൽ സിംഹാസനം കൊണ്ട് ഞാൻ വലിയവനായിരിക്കും, നീ ഇവിടെ അതേ പ്രധാനമന്ത്രിയായിരിക്കും എന്ന ആ സന്ദേശമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ പുതപ്പ് എലീശായ്ക്ക് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എലീശ ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതായ സാഹചര്യമായിരുന്നു. നാം വായിക്കുന്നത് 12 ജോഡി കാള എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കൃഷിയിടത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹത്തോടെ കഴിഞ്ഞതായ ഒരു കുടുംബമായിരുന്നു. ഒറ്റ ദൃഷ്ടാന്തം, ഈ വിളി ഉണ്ടായപ്പോൾ പറഞ്ഞത്, ഞാൻ പോയി എന്റെ മാതാപിതാക്കളെ ചുംബിച്ചിട്ട് വരാം എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. കുടുംബത്തോടുള്ള ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് കൃഷിയോടുള്ളതായ താല്പര്യം. നമ്മുടെ നാട്ടിലൊക്കെ 8-10 മക്കളുള്ളതായ വീടുകളിലൊക്കെ അധികം പേര് ജോലിക്ക് പോകുമ്പോൾ ഒരു മകൻ ചിന്തിക്കും, ഞാൻ വീട്ടിൽ നിൽക്കാം, അവന് ധാരാളം കൃഷിയിടങ്ങളുണ്ട്, അവനെ അമ്മയെ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് ആ കൃഷിയോടുള്ള താല്പര്യം ഒരുപക്ഷെ ഈ എലീശായും ആ ഗണത്തിൽപ്പെട്ട ഒരു മകനായിരിക്കുമെന്ന് നമുക്കും അങ്ങനെ ചിന്തിക്കാം. എന്തായിരുന്നാലും കുടുംബത്തോട് വളരെ സ്നേഹമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം, ഈ നിയോഗം സ്വീകരിക്കാൻ
സ്വീകരിക്കാതിരിക്കാനുള്ള വലിയ സാഹചര്യം അന്ന് എലീശായ്ക്കുണ്ടായിരുന്നു. ഈ അധ്യായത്തിന്റെ പുറകോട്ട് നാം പോകുമ്പോൾ 18-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് യാഗപീഠങ്ങളെ തകർത്തുകൊണ്ടിരുന്നു. ഇസബേൽ രാജ്ഞി പ്രവാചകന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിമിത്തം ഈ നിയോഗം കൈക്കൊള്ളാതെ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ എലീശായ്ക്ക് സാധ്യമാകുമായിരുന്നു. കൃഷി മാത്രം നോക്കി നടന്നാൽ കുടുംബകാര്യങ്ങൾ ഭദ്രമായി മുൻപോട്ട് നയിക്കുവാനായിട്ട് അത് എലീശായ്ക്ക് കഴിയുമായിരുന്നു. നാം ഓർക്കണം, 12 ഏർക്കാള ഒടുവിലത്തെ ആളായി ആ കൃഷിയിടങ്ങളിൽ ഒരു മുതലാളിയായി പ്രമാണിയായി കഴിഞ്ഞതായ ഈ എലീശ വേഗത്തിൽ അത് വിട്ട് ഏലിയാവിന്റെ പുറകെ ഓടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നത്തേതിൽ ഈ മുതലാളിയായി പ്രമാണിയായി കഴിഞ്ഞതായ ഈ എലീശ ഈ ശുശ്രൂഷ തിരഞ്ഞെടുത്തപ്പോൾ താൻ വേറെ ഒരു തൊഴിലാളിയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കേവലം ഒരു വർക്കറായി, ഒരു പ്രവർത്തകനായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്നൊക്കെയാണ് ഈ ശുശ്രൂഷകന്മാരെ സംബോധന ചെയ്യുന്ന പേരുകൾക്കൊക്കെ കൂടുതൽ ബഹുമാന പുരസ്സരമായ വാക്കുകൾ പ്രസ്താവിപ്പാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ പാസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് വേലക്കാരെന്നായിരുന്നു. പാസ്റ്റർമാരുടെ യോഗങ്ങൾക്ക് പറഞ്ഞിരുന്നത് വേലക്കാരുടെ യോഗം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നാണ് അറിയത്തില്ല. വേലക്കാരുടെ യോഗം എന്ന് ആയിരുന്നു. ഇവിടെ നാം വായിക്കുന്നത് കേവലം ഒരു തൊഴിലാളിയായി, ഒരു വേലക്കാരനായി, ഒരു ശുശ്രൂഷക്കാരനായിട്ട് ഈ എലീശ ഇറങ്ങിപ്പുറപ്പെടുന്നതായ ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാളയെ വിട്ട് ഏലിയാവിന്റെ പിറകെ ഓടിപ്പോകുന്ന ഒരു എലീശായെ കാണുന്നു. എങ്ങനെ ഓടിയെന്ന വായിക്കുന്നത് 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്നാണ്. ഓടി റൺ എന്ന വാക്കിന് എബ്രായ ഭാഷയിലെ അർത്ഥം എന്നുള്ളത് റൺ ക്വിക്ക്ലി, വേഗത്തിൽ ഓടി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുൻഗാമിയായ ഏലിയാവിനോട് ഒപ്പം ഓടുവാനായിട്ട് ഈ ഏലിയാവും ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ കയറി ഓടിയവനായിരുന്നു. അതെ, തന്റെ യജമാനനോടൊപ്പം ഓടുവാൻ തനിക്കും സാധ്യമാകട്ടെ എന്ന് ഓർത്ത് ആ ഓട്ടം ഈ വേദഭാഗങ്ങൾ 19 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാനായി. 20-ാമത്തെ വാക്യത്തിൽ അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്ന് നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യേശു രണ്ടുപേരെ വിളിച്ചു, എന്റെ പിന്നാലെ വരുവി എന്ന് വിളിച്ചപ്പോൾ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു എന്നും നാം വായിക്കുന്നു. സ്തോത്രം. ഇന്ന് ഈ വചനം നാം കേൾക്കുമ്പോൾ നാം ആയിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ, വിശ്വാസാചാരങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ വിളിച്ച്, സ്തോത്രം, നമ്മുടെ മേൽ നിയോഗത്തിന്റെ ഒരു പുതപ്പ് കർത്താവ്, അത് മഹത്തകരമായ ഒരു നിയോഗമാണ്. ആ നിയോഗം നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചിറക്കി. ഇതുവരെ കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തി. ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ നാം നന്ദിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഈ വാക്യങ്ങളിൽ ഈ എലീശ പറഞ്ഞത്, ഞാൻ പോയി എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം, ഏലിയാ ഓർപ്പിക്കുന്നതായ ഒരു വാക്യശകലമുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളണം. സ്തോത്രം. നിന്റെ വീട്ടിലേക്ക് നീ മടങ്ങിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളണം. ഈ ഓർമ്മയാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. സ്തോത്രം. നമ്മുടെ പരമാർത്ഥ മനസ്സിനെ എന്നും എപ്പോഴും ഉണർത്തുന്നതായ ഒരു ഓർമ്മ ഇതായിരിക്കണം. നമ്മുടെ മേലുള്ള ദൈവ നിയോഗം, ഇതിനു വേണ്ടി നമ്മെ വിളിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ മേൽ വീണിരിക്കുന്ന ഈ പുതപ്പിനെ കുറിച്ചുള്ള ആ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. എന്താണ് ഈ പുതപ്പ്? 21-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഈ എലീശ
ഏലിയാവിന്റെ പിന്നാലെ ചെന്നു എന്ന് വായിക്കുന്നു. ദിസ് കമ്മീഷൻ ഈസ് ടു സെർവ്. ഇത് ശുശ്രൂഷയ്ക്കുള്ളതായ ഒരു നിയോഗമാണ്. പലവിധമായ ശുശ്രൂഷകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സെർവ് ലൈക്ക് ആൻ അസിസ്റ്റന്റ്, സെർവ് ലൈക്ക് എ പ്രീസ്റ്റ്, സർവീസ് ഇൻ വർഷിപ്പ്, സർവീസ് ഓൺ ദ ടേബിൾ. ഇങ്ങനെയുള്ളതായ ശുശ്രൂഷയാണ് ഈ വേദഭാഗം അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നാം ഓരോരുത്തരും അത് ഈ ദൂതിന്റെ മുൻപിൽ കൈക്കൊള്ളേണ്ടതായ ഒരു ആലോചന, എല്ലാവരുടെ മേലും ശുശ്രൂഷയ്ക്കുള്ളതായ ദൈവനിയോഗം അത് വ്യത്യസ്തമാണ്, വ്യത്യസ്ത നിരകളിലാണ്. ഇന്ന് ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഭയിൽ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും, പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാതെ ഓരോരുത്തരുടെ മേലും ദൈവത്തിന് ഓരോ നിയോഗമുണ്ട്. എന്റെ മേലുള്ള ദൈവ നിയോഗമേ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഒരുക്കുമാറാക്കട്ടെ. ദൈവത്തിന് മഹത്വം. എലീശ 50 വർഷം ശുശ്രൂഷ ചെയ്തു. എന്നാൽ ഈ 50 വർഷം ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമത്തെ പുതപ്പ് നിയോഗത്തിന്റെ പുതപ്പാണ്. രണ്ടാമതൊരു പുതപ്പ്, ആ പുതപ്പ് അത് എലീശ എടുത്തുകൊള്ളപ്പെടുമ്പോൾ എലീശായുടെ മേലുണ്ടായിരുന്നതായ പുതപ്പ്, അത് ഈ ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന പുതപ്പ് അത് എലീശായുടെ മേൽ വീഴുവാൻ ഇടയായി തീർന്നു. ആ പുതപ്പിന്റെ പേര് അഭിഷേകത്തിന്റെ പുതപ്പ്. രണ്ട് പുതപ്പ് നമുക്ക്, രണ്ട് മാൻഡിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവ വിളിയുടെ നിയോഗത്തിന്റെ പുതപ്പ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള പുതപ്പ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ മേലും ഈ പുതപ്പുണ്ട്, ഈ അഭിഷേകത്തിന്റെ പുതപ്പുണ്ട്. ഈ പുതപ്പ് നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഇന്നും ദൈവരാജ്യത്തിന് വേണ്ടി ജീവിപ്പാനും പ്രയോജനപ്പെടുവാനും നമുക്ക് ഇടയാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അതെ, പിൻവാങ്ങുവാൻ പല വിധമായ സാധ്യതകൾ, സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചുറ്റുപാടുകൾ ഒന്നും യോഗ്യമല്ലായിരുന്നു. അപ്പോൾ ഈ എലീശ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? കലപ്പ കത്തിച്ചിട്ട് വേണം ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനായിട്ട്. അങ്ങനെ യാത്ര പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. ഈ പെന്തക്കോസ്തിന്റെ ആരംഭം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്ന് കാലം യോഗ്യമല്ലായിരുന്നു, ലോകം യോഗ്യമല്ലായിരുന്നു, ബന്ധുജനങ്ങൾ യോഗ്യമല്ലായിരുന്നു, അയൽക്കാർ യോഗ്യമല്ലായിരുന്നു, ഒന്നും യോഗ്യമല്ലാതിരുന്ന കാലത്ത് നിയോഗത്തിന്റെ പുതപ്പ് നമ്മുടെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ പൗലോസിന്റെ വാക്കുകൾ ഞാൻ എടുത്തു പറയട്ടെ. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാമേ ആ വിളിയുടെ മുൻപിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ് സാക്ഷാൽ ദൈവമക്കൾ. എന്നിട്ട് എങ്ങനെ ഇത്രത്തോളം നിൽക്കുവാൻ എനിക്ക് സാധ്യമായി? ഒരേ ഒരു കാരണം, അഭിഷേകത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീണത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീണത് കൊണ്ട് ഞാൻ ഇതുവരെ പിടിച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഈ പുതപ്പ് എലീശായുടെ മേൽ വീഴുവാനിടയായി. അതിനുശേഷം 1-ാം അധ്യായത്തിൽ സംഭവിച്ചു. 2-ാം അധ്യായം മുതലുള്ളതായ കാര്യങ്ങൾ നാം വായിക്കുമ്പോൾ ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം എലീശയോട് ചോദിച്ചു. ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒറ്റ ഉത്തരം, ഒന്ന് മാത്രം മതി. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഏത് പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ എലീശ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. സ്തോത്രം. എന്താണ്? ഏലിയാവിന്റെ കാലം പോലെയല്ല എന്റെ കാലം വ്യത്യസ്തമായിരിക്കും. ഏലിയാവിന്റെ കാലത്ത് അത് 1 മടങ്ങ് ആത്മശക്തി മതിയായിരുന്നു എങ്കിൽ എന്റെ ശുശ്രൂഷ കാലത്ത് അത് ഇരട്ടിയായി ആവശ്യമാണ്. അങ്ങനെ ഒരു കാലത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് ഈ അല്പസമയം ദൈവസന്നിധിയിൽ ഈ വചനത്തിന്റെ മുൻപാകെ നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏലിയാവിന്റെ മേൽ, എലീശായുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അഭിഷേകത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീഴുമാറാകട്ടെ. എന്റെ ശരീരത്തിന്റെ സ്ഥിതി ഒന്ന് മാറട്ടെ, എന്റെ മനസ്സിന്റെ സ്ഥിതി ഒന്ന് മാറട്ടെ, എന്റെ ആത്മീയ സ്ഥിതി ഒന്ന് മാറട്ടെ, എന്റെ പ്രാർത്ഥനയുടെ സ്ഥിതി ഒന്ന് മാറട്ടെ, എന്റെ വചനത്തിന്റെ
ആയവരെ പോലെ, സ്ഥിതിക്ക് ഭേദം വന്നവരെ പോലെ കർത്താവ് എന്നെ കൊണ്ടെത്തിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. അതെ, ഗിൽഗാല്, ബഥേല്, യെരിഹോ, യോർദാനിൽ എത്തി. യോർദാനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആ പുതപ്പ് കൊണ്ട് ഒന്നാമത്തെ അത്ഭുതം അടയാളം എന്ന് യോർദാനെ അടിച്ചു, യോർദാനെ വിഭാഗിച്ചു. അത് എലീശ ഇക്കരെ വരുവാനായിട്ടിടയായി. മൂന്നാം അധ്യായത്തിലെ ഒരു കാര്യം ഞാൻ പ്രിയമുള്ളവരോട് ഓർപ്പിക്കാം. പെട്ടെന്ന് അപ്പൊ അത് കേട്ട് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കാം. മടങ്ങി വന്നപ്പോൾ 3 രാജാക്കന്മാര്, ഈ യഹൂദ രാജാവായ യെഹോശാഫാത്തും ഇസ്രായേൽ രാജാവായ യെഹോരാമും അരാം രാജാവ്, 3 പേരും കൂടി മൂവാബ് രാജാവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നു. പോയ വഴിയിൽ വെള്ളമില്ലാതെ വലഞ്ഞു. അവരുടെ വാഹന മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ വലഞ്ഞു. യഹോശാഫാത്ത് ഒരു ദൈവഭക്തനായിരുന്നു. യഹോശാഫാത്ത് അവിടെ ഒരു കാര്യം ചോദിച്ചു, യഹോവയുടെ അരുളപ്പാട് നമുക്ക് തരേണ്ടതിന് ഇവിടെ പ്രവാചകന്മാരില്ലയോ? കേട്ടു നിന്ന് ഒരാൾ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു. 2 രാജാക്കന്മാർ 3:11 ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട്. വന്ന ഉടനെ ഈ 3 രാജാക്കന്മാർ നിരയായി നിൽക്കുന്നു. ഈ യെഹോശാഫാത്തിനോട് പറഞ്ഞു, നീ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഈ അരാം രാജാവിനോട് പറഞ്ഞു, നീ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, സ്തോത്രം, ഒരു ചോദ്യം ചോദിച്ചു. അന്ന് ഈ ഇസ്രായേൽ രാജാവ് ആരായിരുന്നു എന്നറിയാമോ? യഹോരാമിന്റെ അപ്പനായിരുന്നു. ആഹാബ് അമ്മയായിരുന്നു ഇസബേല്. ഏലിയാവിന് അനവധി ദോഷം ചെയ്തവനായിരുന്നു. ഒറ്റ ചോദ്യം യഹോരാമിനോട്, നിന്റെ അപ്പന്റെയും നിന്റെ അമ്മയുടെയും പ്രവാചകന്മാർ എവിടെ? അവരോട് എന്താ നീ പോയി ആലോചന ചോദിക്കാത്തത്? ഒരു രാജാവിന്റെ നേരെ ഇങ്ങനെ ശബ്ദിക്കുവാൻ എലീശായിക്ക് എങ്ങനെ സാധിച്ചു? ഒറ്റ ഉത്തരം, സ്തോത്രം, അഭിഷേകത്തിന്റെ പുതപ്പ് അവന്റെ മേൽ വീണു. ഇന്ന് ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഏത് പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെയും ചോദ്യങ്ങളുടെയും മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ഈ അഭിഷേകത്തിന്റെ പുതപ്പ് ഒരു പ്രാവശ്യം കൂടി എന്റെ മേൽ വീഴുമാറാകട്ടെ. ഹല്ലേലൂയ. ശിംശോൻ പ്രാർത്ഥിച്ചതുപോലെ ആത്മശക്തി ഒരു പ്രാവശ്യം കൂടി എന്റെ മേൽ വരുമാറാകട്ടെ. വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്തോത്രം, ഒരു വലിയ നീണ്ട ലിസ്റ്റ് തുടർന്നുള്ള അധ്യായങ്ങളിൽ 3 മുതലുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ യെരിഹോവിലെ മോശം ജലവിതരണം ശുദ്ധീകരിച്ച് അത് ഉപയോഗപ്രദമാക്കി തീർത്തു. വിധവയുടെ പുത്രന്മാരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. ശൂന്യക്കാരിയുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കൂടെ നിന്ന് രക്ഷപ്പെടുത്തി. വിഷം കലർന്ന പായസം ശുദ്ധമാക്കി ഭക്ഷിപ്പാൻ യോഗ്യമാക്കി കൊടുത്തു. നോക്കണമേ, അഭിഷേകത്തിന്റെ പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയുടെ ഗതി മാറുവാനായിട്ട് ഇടയായി. ഏലിയാവ് 7 അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എലീശ 14 അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടിടയായി. ഇന്ന് ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് ദൈവത്തോട് ഇന്ന് ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തണമേ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ മാന്യതകളെ, എന്റെ ക്ഷീണങ്ങളെ, എന്റെ ബലഹീനതകളെ കർത്താവ് ഒന്ന് മാറ്റണമേ. ശാരീരികമായ ബലഹീനതകളെ മാറ്റണമേ. എന്റെ ആത്മീയമായ മന്ദതകളെ മാറ്റണമേ. എന്നെ ഒന്ന് ഉണർത്തണമേ. ചവറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണമേ. അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് മകൻ എന്റെ മേൽ വീഴട്ടെ കർത്താവേ. എന്റെ ശുശ്രൂഷയുടെ സ്ഥിതിയെ കർത്താവ് ഒന്ന് മാറ്റിയെടുക്കണമേ. നമുക്ക് ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. ഒരു നിമിഷം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് തെറ്റുപറ്റിയല്ല നമ്മെ തിരഞ്ഞെടുത്തത്. ഈ ഭൂമി ദേശത്ത് ഇങ്ങനെ ഒരു സഭ ആരംഭിച്ചത് ദൈവത്തിന് തെറ്റുപറ്റിയല്ല. കർത്താവിന്റെ ദാസനെ ഈ പാസ്റ്ററായി ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന് തെറ്റുപറ്റിയല്ല. ദൈവത്തിന് കർത്താവിന്റെ ദാസന്റെ മേൽ ഒരു നിയോഗമുണ്ട്. തുടക്കം കുറിക്കുവാൻ ഒരു നിയോഗമുണ്ട്. ആരംഭത്തിനായി ഒരു നിയോഗമുണ്ട്. പിന്നെയും അഭിഷേകത്തിന്റെ ഒരു നിയോഗമുണ്ട്. അതേ കർത്താവിന്റെ ദാസന്റെ പേരും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരും എന്റെ പേരുള്ള ദൈവത്തിന്റെ നിയോഗം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഒരുക്കുമാറാക്കട്ടെ. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണമേ, വലിയ സഭ, വലിയ ആളെണ്ണമുള്ള സഭയല്ലെങ്കിലും എന്റെ ഹൃദയം വളരെ സന്തോഷിപ്പിക്കുന്നത്, എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ഒരുക്കും. എത്രയോ രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദൈവം നമ്മെ ഒരുക്കും. എത്രയോ പേരുടെ ആശ്വാസത്തിന് നമ്മുടെ സങ്കടങ്ങളിൽ ചെന്ന് തുണ നിൽക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കുന്നു.
നാം അന്യോന്യം കാണാതിരിക്കുമ്പോൾ, കേൾക്കാതിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവമക്കളെ ഒരു ആലോചന അറിയിക്കാം. നാം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഈ ശരീരത്തിൽ കുടിപാർക്കുന്ന ആ രോഗബന്ധനത്തെ കർത്താവ് അഴിക്കുകയാണ്. രോഗശക്തികളെ കർത്താവ് ശാസിക്കുകയാണ്. ആത്മീയമായി ഉയരണമെന്ന് നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ആത്മീയമായി വളർത്തുകയാണ്. ഒരു കുടുംബത്തിന്റെ തലമുറയ്ക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. കൊച്ചു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. എന്ത് നമ്മൾ കൊടുത്തുവോ അത് കർത്താവ് നമുക്ക് അമർത്തി കുലുക്കി ഇങ്ങോട്ട് തരികയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഓ ഹല്ലേലൂയ. നാം കൊടുക്കുന്നത് കർത്താവ് അമർത്തി കുലുക്കി നമുക്ക് ഇങ്ങോട്ട് നൽകിത്തരും. ഇന്ന് നാം ആകുന്നത് കൃപയാലാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി, നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം അധികമായി ഈ മുൻപോട്ടുള്ള കാലങ്ങളിൽ വ്യാപരിക്കട്ടെ. ദൈവസന്നിധിയിൽ ഉണർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ഒരുക്കട്ടെ. ഓരോരുത്തരും തങ്ങളാവത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ നാളിൽ ദൈവം ശക്തി അയക്കട്ടെ. സ്തോത്രം. ആ നിയോഗത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, എലീശായിക്ക് ലഭിച്ച രണ്ട് പുതപ്പും നമ്മുടെ മേലുണ്ട്. അഭിഷേകത്തിന്റെ പുതപ്പ്. സ്തോത്രം, സ്തോത്രം. 2024 വിട്ടുപോകുന്ന ഈ 2025 8 മാസങ്ങൾ പോലെയല്ല, ശേഷിക്കുന്ന 4 മാസങ്ങൾ ഇതിലധികമായി. എത്ര പേർ വായിക്കുന്നു? ഇതിലധികമായി. ദാവീദ് പറഞ്ഞു, ഇതിലധികമായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാം. നമുക്ക് കാത്തിരിക്കാം. നമ്മെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ സഭയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ഫോണി ദേശത്ത് സ്തോത്രം. ഇന്ന് ബ്രദർ വിൽസൺ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെടും. ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് നമ്മിൽ കൂടി ഈ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വീണിട്ടുണ്ട്. അത് ഇന്ന് പുതുക്കി, ആ പുതപ്പിനെ ഒന്ന് പുതുക്കി നമ്മുടെ മേൽ ഒരു പ്രാവശ്യം കൂടി കർത്താവ് ഇടുന്ന ഒരു ദിവസമാണ്. ഈ സന്ദേശം യാദൃശ്യമല്ല, അബദ്ധത്തിലൂടെ പ്രസംഗിച്ചതല്ല, വേറൊരു ദൂതില്ലാഞ്ഞിട്ട് പ്രസംഗിച്ചതല്ല. എന്തിന്റെ ആവശ്യമെന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇന്ന് ഈ ദൂത് എന്നോട് സംസാരിക്കുന്നു, കർത്താവിന്റെ ദാസനോട് സംസാരിക്കുന്നു, നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിലെ ഒരു പാട്ടോടെ പാടി നമുക്ക് ധ്യാനത്തോടെ പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഏ രക്ഷയാം ദിവ്യ സ്നേഹക്കടലെ ക്രിസ്തേശു നൽകും കരുണ ദൂരമേ. നമുക്ക് സ്ത്രീയെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. സ്തോത്രം. ക്രിസ്തേശു നൽകും കരുണാപുരമേ, രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ, സൗജന്യമായ ലോകത്തെ വീണ്ടെടുക്കും, സൗജന്യമായ ലോകത്തെ വീണ്ടെടുക്കും. പ്രവാഹമെന്നെ നിൻ പ്രവാഹം
കണ്ണീർ രക്തസാഗരമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ എൻ പാപവികാരങ്ങൾ കോപവുമേ എൻ ദേവിയെ ദണ്ഡനം ചെയ്തിടുന്നേ എൻ പാപവികാരങ്ങൾ കോപവുമേ ദണ്ഡനം ചെയ്തിടുന്നേ നിന്നോടത്തിൽ ഞാൻ വിടുതൽ കാണുന്നേ നിന്നോടത്തിൽ ഞാൻ വിടുതൽ കാണുന്നേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ പരീക്ഷകളും ഭയവും കേടുവാൻ എൻ ജീവിതം കേവലവും ശൂന്യവുമായി പരീക്ഷകളും ഭയവും കേടുവാൻ എൻ ജീവിതം കേവലവും ശൂന്യവുമായി പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാൽ പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാൽ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടുമെങ്കിൽ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവ വചനത്തിൽ നിന്ന് നല്ല നമുക്ക് ആവശ്യമായിരിക്കുന്ന കർത്താവിന്റെ ദാസന് കൂടി നാം ഇന്ന് പകൽക്കാലം കേട്ടു കേട്ട വചനത്തിന് മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് നാം ചെയ്തു തീർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് നാം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി ദൈവം നമുക്ക് നൽകും എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതിന് പ്രാപ്തി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നാം ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിന് നമുക്ക് പ്രാപ്തി ആവശ്യമാണ്. സ്വന്തം കഴിവ് കൊണ്ടല്ല, നമ്മുടെ സ്വന്തം ബലം കൊണ്ടല്ല, ദൈവം നൽകുന്ന പ്രാപ്തി കൊണ്ട്, ദൈവം നൽകുന്ന കൃപ കൊണ്ട് ചെയ്തു തീർക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് കാലം നാം കേട്ടല്ലോ. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി, ദൈവത്തിന്റെ രാജ്യം ഈ ഫോണിൽ വിശാലമായ അവസ്ഥയിലേക്ക് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് ചിന്തിക്കുവാനല്ല. നാം ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ തന്നെ ചെയ്യുവാൻ കർത്താവിനെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. ചെറിയ കാര്യമായിരുന്നാലും വലിയ കാര്യമായിരുന്നാലും വില്ലിംഗ് ആയിട്ട് നാം വളരെ മനസ്സോടെ ഒരുക്കത്തോടെ നമ്മെ ഇന്ന് കർത്താവ് ഒരു പ്രാവശ്യം കൂടെ വിളിക്കുന്നു. നാം പാടിയ പാട്ട് അത് കൂടെയുള്ള ദൈവ കൃപയുടെ വലിയ പ്രവാഹം വലിയ ദൈവ കൃപയുടെ പ്രവാഹം നമ്മളെ കടന്നു വരുമ്പോൾ നാം പല കാര്യങ്ങൾ ചെയ്യും. നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫലവത്തായി തീരും, പ്രയോജനം ഉണ്ടാകും. കാലം കേട്ട വചനത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടു. നാം ഒരു പ്രാവശ്യം ദൈവസ്ഥലങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൂടെ നിറവേറും. ദൈവം പ്രവർത്തിക്കും. ഈ സമയത്ത് പ്രിയ ചായൻ പ്രാർത്ഥിച്ച് ഇന്ന് സഭായോഗം അവസാനിക്കും.
Amen. Hallelujah, 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 സുഹൃത്തുക്കളാവേ, ദൈവാരാധനയെ ശേഷപ്പെടുത്തുന്ന കർത്താവേ, വന്ന സമയം ഇതുവരെ പ്രാർത്ഥിക്കുവാനെ പാടുവാൻ എല്ലാം കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, മാറ്റപ്പെട്ട എല്ലാ വചനത്തിനായി നിന്നോട് ശ്രദ്ധിക്കുന്നു. ഈ സഭയോർത്ത് പ്രാർത്ഥിക്കും കുട്ടിക്കുന്ന എല്ലാ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരെ ആവശ്യം സഹായിക്കണേന്ന് പ്രാർത്ഥിക്കും. ജോലിന് കൊടുത്ത കർത്താവ് വിടുന്ന നന്ദിയോട് സ്തോത്രം. ദാസിനെ പൂർവ്വം അനുകരിക്കണേന്ന് പ്രാർത്ഥിക്കും. ശശിക്ക് വേണ്ടി കൊടുത്ത ജോലിക്കായി കർത്താവ് ദാസിനെ സഭയ്ക്ക് അനുഗ്രഹിക്കണേന്ന് ജോലി കാര്യങ്ങളെ സ്കൂളിലെല്ലാം യാത്രയായിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് വന്ന് നന്ദിയുടെ സ്വന്തം പ്രവർത്തിപ്പാൻ കടപ്പെട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർവേശ്വർത്താന്റെ വലിയൊരു നാമത്തിൽ തന്നെയാണ്. ആശീർവാദം പറയുന്നതിന് മുമ്പ് I'm just going to pray for another. നമ്മൾ ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് Sister Jessie sent me a text message that one of her client, Nico, she was here. They were here. He was here, and his stepdaughter was here last Sunday. They are going to have a visa interview on the 24th. So we're just going to do a special prayer for Nico is his name. We're just going to pray for that family. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളും വിസ ഇന്റർവ്യൂ ഒക്കെ പല അപകടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. വിസ ഇന്റർവ്യൂവിന് പോയിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ഡീപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ കുടുംബത്തിന് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let us pray for this family. Hallelujah. We thank you, Jesus. കർത്താവേ, ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഒരു സമയം നൽകി. ആരാധനയിൽ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ആരംഭം മുതൽ അവസാനം വരെ നടന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവം പ്രവർത്തിച്ചു. ഞങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ കൂടി സംസാരിച്ചു. കർത്താവേ, right now, O Lord, we come into your presence once again. We bring the family of Nico into your presence. God, you are a mighty God. God, there is nothing impossible in your presence. Lord, as this brother Nico is going to the interview on the 24th. Lord, we as a church commit him into your presence. And pray that your presence to go with him. And that your presence to go before him. And I pray that your presence to be around him and surround him by the presence of God. Lord, I pray that you work in the hearts of those who interview him. Lord, I pray that your grace be in that room, that the grace of God will be felt not only by Nico but by the interviewer, that everything will go according to your plan and purpose, that the will of God be revealed in his life. I pray, God, that you will grant him the visa for which he is going. We claim it
in the name of the Father Amen. and of the Son Amen. and of the Holy Spirit. Yes. I bless him, O God. I bless the Hallelujah. interview. I bless the interviewer. I Hallelujah. pray that all these Hallelujah. things will become into a very glorious situation. Yes. That the name of God Amen. will be magnified. Amen. And that this need will be granted to Amen. him. And I pray for his wife Mary, and I pray for Kennedy, and I pray for Braden. Yes. I pray, oh God, that you speak to this family, Yes. that you be in that family. They have so many needs. I Yes, pray Lord. that you will meet all their needs. Yes. Give them comfort and give them courage as he is going into the interview. I pray, Lord, their special courage would dwell Praise in his God. life, Hallelujah. that he will be able to answer every question Yes. very boldly in the grace of God Amen. and in the wisdom of God. Amen. All those will be revealed in his name. Amen. And we glorify you because you have heard our prayers Amen. and you will answer our prayer. Amen. We give you all glory and honor. Yes. In Jesus' name I pray. Amen. Amen. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാറേ മനസ്സലി ഉടയ മഹോന്നത പരലേ വന്ദനം നിനക്കാമേ മനസ്സലി ഉടയ മഹോന്നത പരലേ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് 24-ാം തീയതി ഇന്റർവ്യൂവിന് പോകുന്ന പ്രിയ നിക്കോയോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Praise God.